പുലിപ്പല്ല് കഴുത്തിലിട്ട ആൾക്കെതിരെ എടുത്ത നടപടി നിങ്ങൾ ആത്മാർത്ഥത എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ വേറെ കേസെടുക്കേണ്ട ആളുകളുമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ് പെട്ടോ? വേറെ പല ആളുകളുടെയും പുലിപ്പല്ലിൻ്റെയും ആനക്കൊമ്പിൻ്റെയും കഥ ജനങ്ങളെടുത്ത് മുമ്പിൽ വെച്ചേക്കുന്നു. എന്തു ചെയ്യും? കർശനവും നീതിയുക്തവുമായ നടപടിയെടുക്കുന്ന ഭരണകൂടത്തിന് അവരെ തൊടാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വേണം നീതി എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തു ചെയ്യും? ഈ ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സിനാരിയോ ആണ്. നിങ്ങൾ വേടനെ പൂട്ടുന്നുവെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ സുരേഷ് 48 മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ഒരു പരാതി കൊടുത്തിട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടില്ല. വേറെ ഒരുപാട് പേരുടെ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പുലിപ്പല്ല് ധരിച്ചവരുടെ, അന്വേഷിച്ച് പോകുന്നില്ല. അപ്പോൾ ഇത് സർക്കാരിനൊരു കെണിയായി മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ടി വരും. ഇതിനു മുമ്പ് മോഹൻലാലിൻ്റെ കാര്യം ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടുകൂടി എല്ലാവർക്കും നീതി കിട്ടണം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഓവറാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മാറാൻ സർക്കാർ നിർബന്ധിതമാകുകയാണ്. രണ്ടാമത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യായമാണെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയേ വരികയാണ്. അപ്പോൾ ഗവൺമെൻറ് മനസ്സിലായിട്ട് നമ്മളൊന്ന് സീനൊന്ന് മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന പേരിൽ തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓൾറെഡി ഇതിനകത്ത് സംഭവങ്ങൾ നടക്കുമ്പോൾ അത് പരിധി വിട്ട് എക്സൈസ് വകുപ്പ് വനംവകുപ്പ് പോകുന്ന സമയത്ത് തന്നെ സർക്കാരിനെ ഒറ്റ കോളിൽ നിർത്താമല്ലോ. പരിധി വിട്ടാണ് ഇത് പോകുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോകാൻ തുടങ്ങിയാൽ നമുക്ക് ഈ രാജ്യത്ത് ഒരിടെ എത്തത്തില്ല കാര്യങ്ങൾ. എന്നിപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്, പോകാനാണെങ്കിൽ എവിടെ വരെയൊക്കെ പോലീസിന് പോകാൻ പറ്റും. പല വീടുകളിലും ഈ വന്യമൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിച്ച വീടുകളുണ്ട്. മീൻസ് ഇങ്ങനെ കൊമ്പും തലയൊക്കെ വെച്ച് അവിടെ എല്ലാം കയറി ഇറങ്ങാൻ പോലീസിന് പ്ലാനുണ്ടോ? അല്ലെങ്കിൽ എക്സൈസിന് വനംവകുപ്പിന് പ്ലാനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് സർക്കാർ നിയന്ത്രിക്കാമായിരുന്ന ഒന്നും നിയന്ത്രിച്ചില്ല. അപ്പോൾ നിയന്ത്രിക്കാതിരുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു, അപ്പുറത്തുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുക. വേടൻ വിരുദ്ധത ഉള്ളിൽ പേറുന്ന സവർണ ബോധമുള്ള, വംശീയ ബോധമുള്ള, വലതുപക്ഷ ബോധമുള്ള മനുഷ്യരാണ് കൂടുതൽ. അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാമെന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചു വരും. പക്ഷേ അതിൻ്റെ നേട്ടം എടുത്തു കാണുമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളും തിരിഞ്ഞു. ജനങ്ങൾ നീതിയുക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജനങ്ങൾ പല സംഗതികളെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ ആക്ഷൻ ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പെട്ടു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇത് പറയാൻ തോന്നുന്നതാണ്. ഇപ്പോൾ CPM നേരത്തെ മുതൽ തന്നെയുള്ള നിലപാട് ഇതാണ്. സർക്കാരിൻ്റെ വേറെയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അത് വിഴുങ്ങാനും നമ്മൾ വേറെ ഒരു വെള്ളിയാഴ്ച കൂടെ ആകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് നോക്ക്. നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ കയറുന്ന മുദ്രാവാക്യം വിളിച്ച് നോക്ക്. നിങ്ങളെ വധശ്രമ കേസിൽ കുടുക്കി കാപ്പയും കൂടെ ചുമത്തരും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള നിയന്ത്രണമൊക്കെയുള്ള പാർട്ടിക്ക് തന്നെയാണ് CPM. അത് അവർക്ക് വേണമെന്ന് തോന്നണമെന്ന് മാത്രം. പിണറായി വിജയനെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നോക്ക്. പോലീസ് ഇറങ്ങി നിങ്ങളുടെ നടു തല്ലി ഓടിക്കും, നിങ്ങളുടെ തലയിൽ ഹെൽമെറ്റ് വെച്ച് അടിക്കും, എന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കും, മാതൃകാപ്പുറത്തുനിന്ന് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, ഏതൊക്കെ നിയന്ത്രിക്കണം, ആരെ കൊടുക്കണം, ആർക്കെതിരെ കേസെടുക്കണം എന്ന കാര്യത്തിലൊക്കെ നല്ല ധാരണയും നല്ല നിയന്ത്രണമുള്ള ഒരു സർക്കാരും പാർട്ടിയും തന്നെയാണ് ഈ പാർട്ടി. അല്ലാതെ ഈ പാർട്ടിക്ക് ഇപ്പോഴല്ല മനസ്സിലായ വേണ്ട കാര്യമൊന്നും. കാര്യങ്ങൾ തിരിഞ്ഞു. നമ്മളൊന്ന് ട്രാപ്പിലായും തോന്നിയപ്പോൾ ഗവൺമെൻറ് ഒരു ചെറിയ CPM ഒരു തന്ത്രം മാറ്റിയെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ CPM വേടൻ്റെ കേസിൽ അറസ്റ്റ് നടക്കുന്നതെന്ന് അറിയാതെ പോയി. ഇന്ന് രാവിലെയാണ് ഗോവിന്ദ മാഷ് ഇത് വായിക്കുമ്പോൾ പത്രത്തിൽ കാണുന്നത് എനിക്ക് തോന്നിയിട്ടില്ല.